എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മീൻ പൊരിച്ചാലോ? അടിപൊളി ടേസ്റ്റുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് മീൻ പൊരിക്കണമെന്ന് നോക്കാം. ഈ മീനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 3 ടീസ്പൂൺ നല്ല മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അതിനാവശ്യമായ ഉപ്പ്, പിന്നെ വേണ്ടത് അല്പം വെളിച്ചെണ്ണ, ഇനി 1/2 ടീസ്പൂൺ ചെറുനാരങ്ങാനീര്. ചെറുനാരങ്ങാനീരില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് അല്പം വിനീഗർ ഒഴിക്കാം. വിനീഗറും ഇല്ലെങ്കിൽ നമുക്ക് മീൻ കറി വെക്കാൻ ഉപയോഗിക്കുന്ന കുടംപുളിയില്ലേ, ആ കുടംപുളിയുടെ ഒരു ഇത്തിരി നേരം അതൊന്ന് അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മാത്രം. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വെളുത്തുള്ളി ചേർത്തിട്ടുള്ളൂ. അല്പം ഇഞ്ചിയുടെ അളവ് കൂടാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. അല്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് യോജിപ്പിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കൂടാൻ പാടില്ല. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ലൂസാകാനും പാടില്ല, തിക്കാവാനും പാടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉപ്പ് ഇപ്പം നോക്കാം. ഉപ്പ് എപ്പോഴും നോക്കുമ്പോഴും ഒരു അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അത് മീനിലും കൂടി ഉപ്പ് പിടിക്കണമല്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉപ്പ് മുന്നിട്ട് നിൽക്കണമെന്ന് പറയണത്. ഇനി നമുക്ക് ഈ മീനിൽ ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മീൻ വരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ചരിച്ച് വരയണം. അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ കൈവച്ച് തന്നെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. നന്നായിട്ട് അതിൻ്റെ ആ മസാലയൊക്കെ ആ മീനിനെയൊക്കെ പിടിച്ച് ഉപ്പും ഒക്കെ പിടിച്ച് അതിന് ശേഷം നമുക്കത് പൊരിച്ചെടുക്കാം. പാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അധികം ഒഴിക്കണ്ട. അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ 2 മീനും വെച്ച് കൊടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയിം അത് മീഡിയം ഫ്ലെയിമിലും അല്പം താഴ്ത്തി വെച്ച് കൊടുക്കുക. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പാൻ നമുക്ക് മൂടി വെക്കണമെന്നില്ല കേട്ടോ. കാരണം ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും, പക്ഷെ അതിൻ്റെ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാലും നന്നായിട്ട് തന്നെ കുക്കായിക്കോളും. എന്നാൽ ചെറുതിയിലല്ലേ ഇട്ടേക്കുന്നത്, മീഡിയം ഫ്ലെയിമിലല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാൽ. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ട. കാരണം ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മസാലയൊക്കെ ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ആകെ അങ്ങോട്ട് കലർന്നോളാവും. ഇത് കറക്റ്റാണ്. ഇതുപോലെ മീൻ പൊരിച്ചെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. എല്ലാ വേപ്പിലയിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ മൂടി വേവിക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് മൂടി വേവിക്കുക. ക്രിസ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ മൂടാതെ വേവിക്കുക. ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-2 പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. പിന്നൊന്ന്, നമ്മളുടെ ഫ്ലെയിം അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. അതായത് ലോ ആവാൻ പാടില്ല, മീഡിയം ആവാൻ പാടില്ല. മീഡിയത്തിനേക്കാളും ഒരല്പം താഴ്ത്തി ഫ്ലെയിം വെക്കാം. മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിങ്ങനെ മാറ്റണം. അതല്ലെങ്കിൽ അതിൻ്റെ ആ എണ്ണ
മീൻ പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.